ഉത്തര കൊറിയയിൽ പുതിയ മിസൈൽ ഫാക്ടറി. ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ ഫാക്ടറി സന്ദർശിച്ചെന്ന റിപ്പോർട്ട് വന്നു. ചൈന സന്ദർശിക്കുന്നതിന് മുന്നോടിയായാണ് കിം മിസൈൽ ഫാക്ടറി സന്ദർശിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഞായറാഴ്ചയായിരുന്നു കിമ്മിൻ്റെ സന്ദർശനം. എന്നാൽ ഫാക്ടറിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ സുരക്ഷയുടെ ഭാഗമായി പുറത്തുവിട്ടിട്ടില്ല. ഉത്തര കൊറിയയുടെ ഔദ്യോഗിക ന്യൂസ് ഏജൻസിയാണ് കിമ്മിൻ്റെ സന്ദർശന വിവരം പുറത്തുവിട്ടത്. ഈ റിപ്പോർട്ടിൽ ഫാക്ടറി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള മറ്റ് വിവരങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. രാജ്യത്തിൻ്റെ സൈനിക ശക്തി വർദ്ധിപ്പിക്കുകയാണ് ഉത്തര കൊറിയ. മിസൈൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയാണ് ഉത്തര കൊറിയയുടെ ലക്ഷ്യം. ഈ പദ്ധതിയുടെ ഭാഗമായാണ് പുതിയ മിസൈൽ ഫാക്ടറി സ്ഥാപിച്ചത്. നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലുള്ള മിസൈലുകൾ കിം പരിശോധിക്കുന്നതിൻ്റെയും യൂണിഫോം ധരിച്ച ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നതിൻ്റെയും ചിത്രങ്ങൾ ഔദ്യോഗിക ന്യൂസ് ഏജൻസി പുറത്തുവിട്ടിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഉത്തര കൊറിയ അവരുടെ ആയുധ നിർമ്മാണ പദ്ധതികൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഉത്തര കൊറിയ സായുധ സേനയെ അതിവേഗം നവീകരിക്കുകയാണ്. പുതിയ ആയുധങ്ങൾ വികസിപ്പിക്കുകയും ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ പരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. രാജ്യത്തിൻ്റെ ആണവ പദ്ധതി വികസിപ്പിക്കുമെന്നും കിം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആക്രമിച്ചാൽ ദക്ഷിണ കൊറിയയെ നശിപ്പിക്കാൻ ആണവായുധം ഉപയോഗിക്കുമെന്ന് കിം ജോങ് ഉൻ അടുത്തിടെ ഭീഷണിപ്പെടുത്തിയിരുന്നു. അതിനിടെ 2 പുതിയ വ്യോമ പ്രതിരോധ മിസൈലുകളും ഉത്തര കൊറിയ പരീക്ഷിച്ചിരുന്നു. ദക്ഷിണ കൊറിയ അതിർത്തിയിൽ സംഘർഷം സൃഷ്ടിക്കുന്നുവെന്ന് കുറ്റപ്പെടുത്തിയായിരുന്നു മിസൈൽ പരീക്ഷണം. മിസൈൽ ഉൽപ്പാദന ശേഷി വികസിപ്പിക്കുന്നതിനുള്ള പഞ്ചവത്സര പദ്ധതി ഉത്തര കൊറിയ വിജയകരമായി പൂർത്തിയാക്കിയതായി പുതിയ റിപ്പോർട്ടുകൾ വരുന്നു. മിസൈൽ ഉൽപ്പാദന ശേഷിയുമായി ബന്ധപ്പെട്ട 3 പുതിയ ദീർഘകാല പദ്ധതികൾക്ക് കിം അംഗീകാരം നൽകിയതായും റിപ്പോർട്ടിൽ പറയുന്നു. ജഗാങ് പ്രവിശ്യയിലായിരിക്കാം പുതിയ മിസൈൽ നിർമ്മാണ കേന്ദ്രമെന്നാണ് പുറത്തുവരുന്ന അനൗദ്യോഗിക റിപ്പോർട്ടുകൾ. ബുധനാഴ്ച ബീജിംഗിൽ നടക്കുന്ന സൈനിക പരേഡിൽ പങ്കെടുക്കാൻ കിം എത്തും. ചൈനയും ഉത്തര കൊറിയയും ഇക്കാര്യം കഴിഞ്ഞ ആഴ്ച സ്ഥിരീകരിച്ചിരുന്നു. 6 വർഷത്തിൻ്റെ ആദ്യമായാണ് കിം ജോങ് ഉൻ ചൈന സന്ദർശിക്കുന്നത്. ട്രെയിൻ മാർഗമായിരിക്കും അദ്ദേഹം ചൈനയിലെത്തുക എന്നാണ് റിപ്പോർട്ട്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനൊപ്പമാണ് കിം ബീജിംഗിൽ നടക്കുന്ന കൂറ്റൻ പരേഡിൽ പങ്കെടുക്കുക.